പ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ആമേൻ. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. അല്പനിമിഷം ചിന്തയ്ക്കായി 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യം. 2 രാജാക്കന്മാർ 3-ന്റെ 16-17 അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേക കുഴികൾ വെട്ടുവീൻ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് നമുക്കിവിടെ ദൈവാത്മാവ് നൽകിയിരിക്കുന്നത്. സ്തോത്രം. വളരെ ആമേൻ സ്തോത്രം. ശാന്തമായി ഈ പകൽക്കാലം ചിന്തിപ്പാൻ സർവശക്തനായ ദൈവം ഒരവസരം കൂടെ ഒരുക്കിയല്ലോ. പ്രിയരെ, എത്രയോ ആയിരങ്ങൾ ഈ 2025 ഡിസംബർ മാസം ഈ 15 ദിവസമായപ്പോൾ ആമേൻ വളരെ കിരാതമായി തകർക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു ആമേൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ. എന്നാൽ ഈ 15-ാമത്തെ തീയതിയിലേക്ക് കടന്നു വരുമ്പോൾ സർവശക്തനായ ദൈവം പറയുന്നു, നിങ്ങൾ കാറ്റ് കാണുകയില്ല, നിങ്ങൾ മഴയും കാണുകയില്ല. എന്നാൽ ഈ താഴ്വര ആമേൻ വെള്ളം കൊണ്ട് നിറയും. പ്രൈസ് ദി ലോർഡ്. ഇത് കേവലം ഒരു മനുഷ്യൻ്റെ ശബ്ദമല്ല. നോയിക്കേ, സാറാബത്തിൻ്റെ മകൻ എലിശ ആമേൻ എവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ആമേൻ. നോയിക്കേ, ഇവിടെ നമ്മൾ വായിക്കുന്നത് 12-ാം വാക്യം പറയുന്നു, അവൻ്റെ പക്കൽ യഹോവയുടെ അരുളപ്പാടുണ്ട്. പ്രൈസ് ദി ലോർഡ് എന്ന് യഹോശാഫാത്ത് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവും യഹോശാഫാത്തും ഏദോം രാജാവും കൂടെ അവൻ്റെ അടുക്കൽ ചെന്നു. സ്തോത്രം. 13-ാം വാക്യം പറയുന്നു, എലിശ ഇസ്രായേൽ രാജാവിനോട്, എനിക്കും ആമേൻ ആമേൻ നിനക്കും തമ്മിൽ എന്ത്? നീ നിൻ്റെ അപ്പൻ്റെ പ്രവാചകന്മാരുടെ അടുക്കലും നിൻ്റെ അമ്മയുടെ പ്രവാചകിമാരുടെ അടുക്കലും ചെല്ലുക എന്ന് പറഞ്ഞു. അതിന് ഇസ്രായേൽ രാജാവ് അവനോട്, അങ്ങനെ അല്ല, ഈ 3 രാജാക്കന്മാരെയും
മോവാബ്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് യഹോവ അവരെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. ആമേൻ. അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ മഹത്വം. ദൈവപൈതലേ, നിനക്കെതിരെ ചില പദ്ധതികൾ മെനഞ്ഞ വ്യക്തികളെ എല്ലാവരെയും ദൈവം വിളിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു കുടക്കീഴിൽ ദൈവാത്മാവ് ആമേൻ ചില പദ്ധതികൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു കുടക്കീഴിൽ കൊണ്ടിരുത്തിയിരിക്കുക. ഇന്ന് പകലിൽ ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. സ്തോത്രം. ആമേൻ. ഇന്നലെ വരെ കെട്ടിയടച്ചത് ചില ഉറവകളെ, കെട്ടിയടച്ച ഉറവുകളെ തുറന്നു തരാൻ എൻ്റെ കർത്താവ് സർവശക്തനാ കേട്ടോ. ഹല്ലേലൂയ. ആരോടൊക്കെയോ ദൈവാത്മാവ് ആലോചന അറിയിക്കുന്നു. ആമേൻ. സ്തോത്രം. നീ കാറ്റ് ആമേൻ നോക്കി വിതയ്ക്കാൻ നിന്നാൽ ഒരിക്കലും വിതയ്ക്കാൻ കഴിയില്ല. സ്തോത്രം. നീ മഴ നോക്കി ആമേൻ വിതയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും വിതയ്ക്കാൻ കഴിയില്ല. കാരണം മഴക്കാലമല്ല. ആമേൻ. സ്തോത്രം. കാരണം കാറ്റുള്ള സമയത്ത് നീ കുഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പറ്റില്ല. കാരണം ആ സമയത്ത് കാറ്റില്ല. അതാ കർത്താവ് പറഞ്ഞത്. അതാണ് യേശു പറഞ്ഞതാണ്, നിങ്ങൾ ഈ താഴ്വരയിൽ കുഴി കുഴിച്ചാൽ 30 ലക്ഷം പേർക്ക് മാത്രമല്ല, അതിനപ്പുറം ജനത്തിന് കുടിക്കാൻ ദൈവം ഈ കുഴികളെ നിറയ്ക്കും. സ്തോത്രം. ഹല്ലേലൂയ. എത്രയോ നാളുകളായി പ്രാർത്ഥനയുടെ നടുവിലായിരിക്കും ദൈവകുഞ്ഞെ. നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അദർശ്യമായ കരം വെളിപ്പെടുകയാണ്. ശമനപരകതുനി വൈഡകരാജകൽക്കനാദി. ദൈവശബ്ദത്തിൻ്റെ മുൻപിൽ മുഴങ്കാൽ മടക്കിയ ഒരു ദൈവ പൈതലിനെയും ആമേൻ ദൈവം വെറുതെ വിടത്തില്ല. സ്തോത്രം. എൻ്റെ കർത്താവ് ആമേൻ ആർക്കും കടക്കാരനല്ല. എൻ്റെ നാമത്തിൽ ചെയ്യുന്ന സകല കാര്യങ്ങൾക്കും എൻ്റെ കർത്താവ് ഉത്തരവാദം ഏറ്റെടുത്തിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ ദൈവജനം ചെയ്ത കാര്യങ്ങളും കഴിഞ്ഞ നാളുകളിൽ ദൈവജനം പ്രാർത്ഥിച്ച കാര്യങ്ങളും സകലത്തിൻ്റെ മേലും ദൈവപ്രവൃത്തി അയച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പ്രഭാതവേളയിൽ പരിശുദ്ധാത്മാവ് അതിശക്തമായി വിളിച്ചു പറയുന്നൊരു കാര്യം, ഈ താഴ്വര ചില അത്ഭുതം കാണാൻ പോവുകയാണ്. സ്തോത്രം. ദൈവവൈതലേ, ഇനി ഇവിടെ വിതച്ചാലും ഇവിടെ കുഴിച്ചാലും വെള്ളം കിട്ടില്ല എന്ന് പറയുന്നവരുടെ നടുവിൽ നോക്കിക്കേ, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്ക വണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. തീർന്നില്ല. 18-ാം വാക്യം. ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് അവൻ മോവാബ്യരെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. തീർന്നില്ല. അടുത്ത് പറയുന്നത് നിങ്ങൾ ഉറപ്പുള്ള പട്ടണങ്ങളും ശ്രേഷ്ഠ നഗരങ്ങളെല്ലാം പ്രൈസ് ദി ലോർഡ് ജയിച്ച് അടക്കുകയും നല്ല വൃക്ഷങ്ങളെല്ലാം സ്തോത്രം പ്രൈസ് ദി ലോർഡ് നോക്കിക്കേ, നല്ല വൃക്ഷങ്ങളെല്ലാം മുറിക്കുകയും നീരുറവുകളെല്ലാം അടച്ചു കളയുകയും നല്ല സ്തോത്രം പ്രൈസ് ദി ലോർഡ് നിലങ്ങളെല്ലാം സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വലിയ മഹത്വം ചില ഇടങ്ങളിൽ ദൈവം അയക്കാൻ പോകുക. ഈ തന്നതൊന്നും പോരാ എന്ന് കർത്താവിന് തോന്നാൻ പോകുക. സ്തോത്രം പ്രൈസ് ദി ലോർഡ്. ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് ദൈവവേദലേ ദൈവത്തിന് നിന്നെ എത്ര അനുഗ്രഹിച്ചാലും മതി വരത്തില്ല. കാരണം അത്രമേൽ നീ ദൈവത്തിന് വേണ്ടി ഫലം കാച്ചൊരു ദൈവ പൈതല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതവേളയിൽ കർത്താവ് പറയുന്ന കാര്യത്തിലേക്ക് ഈ പകൽ ആ ശബ്ദത്തിലേക്ക് ഹല്ലേലൂയ രക്തത്താൽ ജയം ദൈവശബ്ദം ദൈവശബ്ദം അനുസരിക്കുന്ന ഒരു ദൈവ പൈതലിനെ ദൈവം ഒരിക്കലും കൈവിടില്ല. സ്തോത്രം. ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സ്തോത്രം. ദൈവം നമ്മളൊരു ജോലി ഏൽപ്പിക്കുകയാണ്. സ്തോത്രം. ഇന്നത് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചാൽ നമ്മളത് ചെയ്താൽ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ പറയാറുണ്ട്, ദൈവം എന്നെ ഒന്നും ഏൽപ്പിച്ചില്ലല്ലോ. സ്തോത്രം.
ആമേൻ. ഇത് ലാസറിൻ്റെ അബ്രഹാമിൻ്റെ മടിയിൽ ലാസർ ഇരുന്നപ്പോൾ ഇവിടെ ധനവാൻ വിളിക്കുക. സ്തോത്രം. അല്ലയോ അബ്രഹാം പിതാവ്, നിൻ്റെ മടിയിരിക്കുന്ന ലാസറിൻ്റെ വിരൽ മുക്കി അല്പം വെള്ളം എൻ്റെ നാവിൽ തൊഴിയിച്ച് തരണം. തീർന്നില്ല, അടുത്ത് ആ ലാസറിനെ ഒന്ന് ഭൂമിയിലേക്ക് വിടണം. കാരണം എൻ്റെ ജ്യേഷ്ഠന്മാർ പലരും ഭൂമിയിൽ കിടക്കുക, അവരോട് സന്ദേശം അറിയിക്കാൻ, സുവിശേഷം അറിയിക്കാൻ, അവരെ അദ്ദേഹത്തിന് ഭൂമിയിലേക്കൊന്ന് ഇറക്കി വിടാൻ. അപ്പോഴാണ് അബ്രഹാം ദൈവദൂതൻ പറയുന്നത്, അല്ലയോ ധനവാനെ, ലാസർ അവണ്ണം തിന്മ ഒരുപാട് അനുഭവിച്ചു, ഒരുപാട് ഞെരുക്കം അനുഭവിച്ചു, ഒരുപാട് വേദന അനുഭവിച്ചു. എന്നാൽ ഇപ്പോൾ അവനിവിടെ വിശ്രമിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവ ശബ്ദം അറിയിപ്പാൻ എൻ്റെ ദാസന്മാരെ ഞാൻ ഭൂമിയിൽ ആക്കി വച്ചിട്ടുണ്ട്. സ്തോത്രം. ആക്കി വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ എന്നെയും നിങ്ങളെയും ആക്കി വച്ചിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി പാടാൻ, ദൈവത്തിന് വേണ്ടി പ്രസംഗിപ്പാൻ. ദൈവം നമ്മെ ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് ചെയ്തിട്ട്, കാരണം ഭർത്താവ് ഞാൻ ഇന്ന ജോലി എന്നെ ഏൽപ്പിച്ചു, ഞാൻ കൃത്യമായി ചെയ്തു വരുന്നു, എന്നിൽ ഒരു കുറവുമില്ലപ്പാ, ഞാൻ അത് ചെയ്തു വരികയാണ്, എൻ്റെ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് നിൻ്റെ കാര്യം ചെയ്തു വരികയാണ് എന്ന് പറഞ്ഞിട്ട്, കർത്താവ് നീ എന്നാലും എൻ്റെ കാര്യം മാറ്റിവെച്ച് നിൻ്റെ കാര്യം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് നീ വഴിയും തുറന്നില്ലല്ലോ കർത്താവേ എന്ന് പറയാൻ പ്രാഗൽഭ്യത്തോടെ ജനമായിരിക്കണം. സ്തോത്രം. ഇത് ദൈവം പറയുന്ന കാര്യം ചെയ്യാതെ കർത്താവെ തരണേ തരണേ എന്ന് പറഞ്ഞാൽ നോ രക്ഷ. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചത്, പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ദൈവത്തിൻ്റെ വിളി എന്ത് ആണെന്ന് ഈ ദിവസം തിരഞ്ഞെടുക്കണം. ദൈവമേ, നീ എന്നെ വിളിച്ചിട്ടുണ്ട്, എന്താ എന്നെക്കുറിച്ച് നിൻ്റെ ലക്ഷ്യം എന്താ? സ്തോത്രം. ഉടബൽക്കമനപരകതു എന്താ കർത്താവേ, നിനക്ക് എന്നെക്കുറിച്ച് എന്താ ഉദ്ദേശം? പ്രൈസലോ. ഇന്ന് പകലിൽ വിളിയും തിരഞ്ഞെടുപ്പ് ഒന്നുകൂടെ ഉറപ്പാക്കേണ്ട സമയമായി. കാരണം പലപ്പോഴും ദൈവം ഇറങ്ങി വന്നല്ല ചെയ്യുന്നത്, ദൈവം തൻ്റെ ദാസന്മാരോട് കൽപ്പിക്കും. പ്രൈസലോ. അത് നമ്മൾ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പ്രൈസലോ. പലപ്പോഴും നമ്മൾ ദൈവീകാര്യത്തിന് വേണ്ടി സമയം വേർതിരിക്കാൻ കഴിയുന്നില്ല. പലർക്കും അത് കഴിയുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? അങ്ങനെ അവർ ദൈവനാമത്തിനു വേണ്ടി കാര്യങ്ങൾ ക്രമീകരിപ്പാൻ സമയം വേർതിരിച്ചാൽ ഈ താഴ്വര നിറയുന്നത് പോലെ ഈ പ്രഭാതത്തിൽ പലതും ഒഴിഞ്ഞിരിക്കുന്ന പലതും ദൈവം നിറയ്ക്കും. ശൂഡമാനമാന റിഗമാനമത രബദബരഗതുനി അതരകരകതന വൈഡമനാരകൽക്കനാദി. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ഉടബലരബലബരഗതുനി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവപൈതലേ ചിലതൊക്കെ നിറയ്ക്കുന്ന ഒരു പകൽക്കാലമാണ്. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ കർത്താവിന് ഇന്ന് പകൽ നിന്നെ അനുഗ്രഹിപ്പാനുണ്ട്. നിന്നെ ഇന്ന് പകൽക്കാലം ദൈവത്തിന് താങ്ങുവാനുണ്ട്, ദൈവത്തിന് പരിപാലിപ്പാനുണ്ട്, ദൈവത്തിന് നിന്നെ സ്നേഹിപ്പാനുണ്ട്. ആ കർത്താവിലേക്കൊന്ന് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുക. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവമേ, ഈ പ്രഭാതവേളയിൽ അങ്ങനെ സെല്ലായിരിക്കുന്ന മുഴുവൻ ജനത്തെയും അപ്പൻ്റെ പുനരത്തിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, അങ്ങ് അനുഗ്രഹിക്കണമേ, കർത്താവ് മാനിക്കണമേ, ക്രൂശിൻ്റെ മറവിലങ്ങ് മറയ്ക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പൊതിയണം, അത്ഭുതം ചെയ്യണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.